നിയോഗത്താലി അടുത്ത ദിവസം രാവിലെ തന്നെ ഇന്ദിര ഉണർന്നു. വേഗം തന്നെ എണീറ്റ് പല്ല് തേച്ച് മുഖം കഴുകി അവർ നേരെ അടുക്കളയിലേക്ക് പോയി. അധികം വെയിലാകും മുന്നേ മൂകാംബികയ്ക്ക് പോകാമെന്ന് ഓർത്താണ്. ആര്യൻകുട്ടന് പോകുമ്പോൾ കഴിക്കാനായി അവർ കുറച്ച് നേന്ത്രപ്പഴം പുഴുങ്ങുവാൻ വെച്ചു. മോന് അതിഷ്ടവുമാണ്. ഒപ്പം കുടിക്കാൻ കുറച്ച് വെള്ളവും തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്കും ശ്രീനന്ദിയും എണീറ്റ് അടുക്കളയിലേക്ക് വന്നു. അമ്മേ, ആ മോളെ, നീ എന്തിനാ ഇത്ര നേരത്തെ എണീറ്റത്? നേരം 5 മണിയല്ലേ ആയുള്ളൂ. കുറച്ച് സമയം കൂടി കിടക്കായിരുന്നില്ലേ? അതൊന്നും സാരമില്ലമ്മേ. അമ്മയും അച്ഛനും ഫുഡ് കഴിച്ചിട്ടാണോ പോകുന്നത്? അല്ല മോളെ, ഞങ്ങളെ നേരത്തെ ഇറങ്ങാന്ന് കരുതി. കുഞ്ഞിന് അഥവാ വിശന്നാൽ കൊടുക്കാൻ ഇത്തിരി പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കാറിലിരുന്നവന് കൊടുക്കാമല്ലോ മോളെ. അമ്മേ, കായ വറുത്തത് ഇരിപ്പുണ്ട്. അതും കൂടി എടുത്തു വെച്ചാലോ? അതാവുമ്പോൾ ആര്യൻകുട്ടന് ഒത്തിരി ഇഷ്ടമാണല്ലോ. ശരിയാ മോളെ, നീ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. ഇന്ദിര കബോർഡിൽ നിന്നും ഒരു പ്ലാസ്റ്റിക് ടിൻ എടുത്ത് പുറത്തു വെച്ചു. ആര്യൻകുട്ടന് കായ വറുത്തത് വല്ലാത്ത ഇഷ്ടമായതുകൊണ്ട് ഇന്ദിര ഇടയ്ക്കിടയ്ക്ക് അത് വീട്ടിലുണ്ടാക്കി വെക്കും. ശ്രീനന്ദ മറ്റൊരു ചെറിയ ഡെപ്പിയെടുത്ത് കുഞ്ഞിന് കഴിക്കാൻ കൊണ്ടുപോകാൻ ആവശ്യത്തിനുള്ള കായ വറുത്തത് അതിലേക്ക് മാറ്റിവെച്ചു. അപ്പോഴേക്കും മാധവനും എണീറ്റ് വന്നു. പിന്നീട് 3 പേരും കൂടി ചായയൊക്കെ കുടിച്ച് ഒരല്പസമയം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ഭവാനിയമ്മയാണെങ്കിൽ 2 ദിവസമായിട്ട് അവധിയിലാണ്. വയ്യാതായതിൽ അവർ ഇടയ്ക്കൊക്കെയാണ് ജോലിക്ക് വരാറുള്ളത്. ക്ഷീണവും തളർച്ചയും കൂടുതലാവുമ്പോൾ 2 ദിവസം വീട്ടിൽ വിശ്രമിച്ചിട്ട് വന്നാൽ മതിയെന്ന് ഇന്ദിര തന്നെ അവരോട് പറയാറുമുണ്ട്. മോളെ, ഭവാനിയമ്മയും കൂടി ഇല്ലല്ലോ. നിന്നെക്കൊണ്ട് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? ഇന്ദിര ആശങ്കയോടെ ചോദിച്ചു. അമ്മ ഏട്ടൻ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോർത്ത് അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട. എന്തായാലും അവൻ വരാൻ വൈകിയാലേ മോൾ അമ്മയെ വിളിക്കണം കേട്ടോ. ഞാൻ ഗീതച്ചേച്ചിയെ വിളിച്ച് ഇങ്ങോട്ട് അയക്കാം. എൻ്റെ ഇന്ദിരെ, നീ ഒരു ഗീതച്ചേച്ചി ഇങ്ങോട്ട് അയക്കണ്ട. ആദ്യം നേരത്തെ തന്നെ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തും, അതുറപ്പാണ്. ഈ കുട്ടിയെ അവൻ ഇവിടെ ഒറ്റയ്ക്കാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടി? മാധവൻ പറയുന്നത് കേട്ടതും നന്ദിയുടെ മുഖം ചുവന്നു. അപ്പോഴേക്കും അഥർവ്വ എണീറ്റ് അടുക്കളയിലേക്ക് വന്നു. പോകാറായോ? അവന്റെ ശബ്ദം കേട്ട് മൂവരും വാതിൽക്കലേക്ക് നോക്കി. ഉറക്കച്ചടവോടെയാണ് ആളുടെ വരവ്. നീ എന്തിനാ മോനെ നേരത്തെ എണീറ്റത്? മാധവൻ ചോദിച്ചു. എങ്കിലും അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആര്യൻകുട്ടൻ ഇതുവരെയായിട്ടും എണീറ്റിട്ടില്ലല്ലേ? ചോദിച്ചുകൊണ്ട് അഥർവ് അച്ഛൻ്റെ അമ്മയുടെ മുറിയിലേക്ക് പോയി. ആര്യൻകുട്ടനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഇത്തിരി നേരം കുഞ്ഞിൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നു. എന്നിട്ട് പതിയെ പതിയെ അവനെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും ശ്രീനന്ദയെ അവിടേക്ക് എത്തി. ആര്യൻകുട്ട, മോനെ, എണീറ്റ് വന്നേ, നമുക്ക് ടാറ്റ പോവണ്ടേ? ശ്രീനന്ദ കുഞ്ഞിന്റെ ചുമലിൽ തലോടിക്കൊണ്ട് വിളിക്കുകയാണ്. അവനാണെങ്കിൽ ഒന്നും അറിയാതെ ഗാഠമായ നിദ്രയിലായിരുന്നു. ആര്യൻകുട്ട, ദേ, നമുക്കേ ഒരു സ്ഥലം വരെ പോവേണ്ടതാണ്. അച്ചമ്മയും അച്ഛനൊക്കെ റെഡിയായിട്ടുണ്ട്. പിന്നെയും പിന്നെയും അവൾ അത് പറഞ്ഞപ്പോഴേക്കും ആര്യൻകുട്ടൻ ചിണുങ്ങിക്കൊണ്ട് കണ്ണുകൾ വളരെ പ്രയാസപ്പെട്ട് തുറക്കാൻ ശ്രമിച്ചു. ആര്യൻകുട്ടന് ടൂർ പോവണ്ടേ? അച്ചമ്മയൊക്കെ റെഡിയായിട്ടേ. മോൻ പോകുന്നുണ്ടോ? അവൾ അവന്റെ കവളിൽ തലോടി. അത് കേട്ടതും കുഞ്ഞ് ചാടി എണീറ്റു. പോകുന്നുണ്ടെന്ന് പറഞ്ഞ് കട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. അഥർവ് അവനെ തടഞ്ഞുകൊണ്ട് പതിയെ അവന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. മോനെ, വീഴല്ലേ, സൂക്ഷിച്ച്. അച്ഛ, അച്ചമ്മയും അച്ഛനും പോയോ? ഇല്ലെന്നേ, ആരും പോയില്ലടാ, അവരൊക്കെ അപ്പുറത്തുണ്ട്. ആ കുഞ്ഞി കണ്ണുകൾ വിടർന്നു. മോനെ, നമുക്ക് ബ്രഷ് ചെയ്യാം? ശ്രീനന്ദ ചോദിച്ചതും ആര്യൻ തലകുലുക്കി. ശ്രീനന്ദയാണ് അവനെ എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് പോയത്. ബ്രഷ് ചെയ്യിപ്പിച്ച ശേഷം കുഞ്ഞിന് ചായ കൊടുക്കാനായിട്ട് ശ്രീനന്ദ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും ഇന്ദിര പഴം പുഴുങ്ങിയതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. അച്ചമ്മേ, കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും ഇന്ദിര തിരിഞ്ഞു നോക്കി. ആഹാ, മോൻ എണീറ്റോ? അച്ചമ്മേ, നമ്മൾ എപ്പോഴാ ടൂർ പോകുന്നേ? നമുക്ക്. ശ്രീനന്ദ ഒരു കപ്പിലേക്ക് ചായ പകർന്നെടുത്തു. ഒരു പഴത്തിന്റെ പകുതി ഭാഗം കൂടി മുറിച്ചെടുത്തിട്ട് അവൾ കുഞ്ഞിനെയും കൊണ്ട് ഹോളിലേക്ക് പോയി. അവന് ശരിക്കും പറഞ്ഞാൽ വിശപ്പൊന്നുമില്ല. ശ്രീനന്ദ നിർബന്ധിച്ചാണ് ഇത്തിരി കഴിപ്പിക്കുന്നത്. അഥർവും അവരുടെ അടുത്തായി ഇരിപ്പുണ്ട്. ആര്യൻകുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവനിങ്ങനെ യാത്രകൾ പോകാനൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടമാണെന്ന് ശ്രീനന്ദയ്ക്കും അഥർവിനും ഒക്കെ അറിയുകയും ചെയ്യാം. ചായ കുടിപ്പിച്ച ശേഷം ശ്രീനന്ദയാണ് കുഞ്ഞിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയത്. കുളിപ്പിച്ച് അവനെ നല്ല ഉടുപ്പും നിക്കറും ഒക്കെ ഇടിപ്പിച്ചു കൊടുത്തു. കട്ടിലെ കയറ്റി നിർത്തിയാണ് ശ്രീനന്ദ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ആര്യനാണെങ്കിൽ ശ്രീനന്ദയോട്
ആൻറ്റിക്ക് അവൻ ടൂർ പോയിട്ട് വരുമ്പോൾ എന്താണ് വാങ്ങിക്കൊണ്ട് വരേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊള്ളാനാണ് ആര്യനോട് അവൾ പറയുന്നത്. അതൊരു അലമാരയിൽ നിന്നും കുഞ്ഞിന്റെ മെഡിസിനും കൂടി പുറത്തേക്കെടുത്തു വെച്ചു. എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊടുക്കാമല്ലോ എന്ന് കരുതിയായിരുന്നു അത്. ഈ സമയം കൊണ്ട് ഇന്ദിരയും മാധവനും റെഡിയായി വന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് വൈകാതെ തന്നെ മൂകാംബികയ്ക്ക് പുറപ്പെട്ടു. ഇന്ദിരയാണെങ്കിൽ ശ്രീനന്ദയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോയത്. പിന്നീട് പതിവ് പോലെ അഥർവും ജോലിക്ക് പോകുകയായിരുന്നു. നന്ദ, ഞാൻ മാക്സിമം നേരത്തെ വന്നോളാട്ടോ. തനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ വിളിച്ചാൽ മതി. അവൻ പറഞ്ഞതും ശ്രീനന്ദ തലകുലുക്കി. ശ്രീനന്ദയുടെ വാതിലടച്ച ശേഷം അകത്തിരുന്നോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയത്. എല്ലാവരും പോയതോടെ ശ്രീനന്ദയ്ക്ക് ചെറിയൊരു വിഷമം തോന്നി. എങ്കിലും അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴൊക്കെയല്ലേ ഇതുപോലുള്ള യാത്രകൾ പോകാൻ സാധിക്കൂ എന്നവൾ ആശ്വസിച്ചു. പ്രായം കൂടുന്തോറും യാത്ര ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാകും. കൂടാതെ അച്ഛനും അമ്മയ്ക്കും ക്ഷേത്രങ്ങളിൽ പോകാൻ ഒരുപാട് ഇഷ്ടമാണെന്നും ശ്രീനന്ദയ്ക്കറിയാം. അവൾ വെറുതെ ഇത്തിരി നേരം ഹോളിൽ പോയിരുന്നു. അപ്പോഴേക്കും പാർവതിയുടെ കോൾ വന്നു. കുറച്ചു സമയം പാർവതിയോട് സംസാരിച്ചു. ശേഷം അവൾ സജീവനെ വിളിച്ചു. സജീവനോടും സാക്ഷിയോടും സിന്ധുവിനോടുമൊക്കെ അച്ഛനും അമ്മയും മൂകാംബികയ്ക്ക് പോയ വിവരങ്ങൾ പറഞ്ഞു. ഉച്ചവരെ ശ്രീനന്ദ മുറിയിൽ തന്നെ വെറുതെ ഇരിക്കുകയായിരുന്നു. വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും അവൾക്ക് തോന്നിയില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചോളാമെന്ന് പറഞ്ഞുപോയ അഥർവാണെങ്കിൽ പിന്നീട് വിളിച്ചതുമില്ല. മനസ്സിൽ നേരിയ പരിഭവമുണ്ടെങ്കിലും ഏട്ടന് ജോലി തിരക്കുകൾ ഉള്ളതുകൊണ്ടാക്കും വിളിക്കാത്തതെന്ന് കരുതി അവൾ സ്വയം ആശ്വസിച്ചു. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ശ്രീനന്ദ ചെന്നിട്ട് കുളിക്കാനേ കയറി. ചെറിയ തലവേദന തോന്നിയതുകൊണ്ട് അവൾ ഇത്തിരി എണ്ണയൊക്കെ വെച്ച് കാര്യമായിട്ടാണ് കുളിക്കാൻ കയറിയത്. എണ്ണമെഴുക്ക് കളയുവാനായി ഷാമ്പു എടുത്ത് തലമുടി പുരട്ടി. ഒരു വല്ലാത്ത വാസനയായിരുന്നു ആ ഷാമ്പുവിന്. അതൊരു ഒരു തവണ ഹൈദരാബാദിൽ പോയിട്ട് വന്നപ്പോൾ ഏതോ മാളിൽ നിന്നും വാങ്ങിയ ഷാമ്പു ആണ്. ശ്രീനന്ദയ്ക്കും അഥർവിനും ഒക്കെ ആ ഷാമ്പുവിൻ്റെ മണം ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ നന്ദ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഇളം മഞ്ഞ നിറമുള്ള സൽവാറൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുൻപിൽ വന്നു നിന്നു. ക്ലോക്കിലേക്ക് വെറുതെ നോക്കിയപ്പോൾ അഥർവ് വരാമെന്ന് പറഞ്ഞ സമയം ഏറെക്കുറെ അടുത്തിരിക്കുന്നു. നെറുകയിൽ സിന്ദൂരം അണിഞ്ഞുകൊണ്ട് അവൾ കണ്ണാടിയിലേക്ക് ഒന്നുകൂടി നോക്കി. അവന്റെ മുഖം മനസ്സിലേക്ക് വന്നതും അവളുടെ ചൊടിയണകളിൽ ഒരു പുഞ്ചിരി. ഇത്തിരി കൺമഷിയെടുത്ത് കണ്ണെഴുതി സിന്ദൂരം കൊണ്ട് തന്നെ ഒരു വട്ടപ്പൊട്ടും തൊട്ടു. മുടിയൊക്കെ അഴിച്ചിട്ട് നിന്നപ്പോൾ താനൊരു വലിയ പെൺകുട്ടിയായതുപോലെ അവൾക്ക് സ്വയം തോന്നിപ്പോയിരുന്നു. എന്താണെന്താ പതിവില്ലാത്ത ഒരു ചന്തമൊക്കെ ഉണ്ടല്ലോ. സ്വയം അവൾ തന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്. തലമുടിയിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ തോർത്തുകൊണ്ട് പതിയെ ഒപ്പിയെടുത്ത് അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ഷാംപൂവിന്റെ ആ നനുത്ത സുഗന്ധം മുറിയിലാകെ പടർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ജനലിലൂടെ വന്ന നേർത്ത കാറ്റിൽ അവളുടെ ഈറൻ മുടിയിഴകൾ പാറിപ്പറന്നു. അപ്പോഴാണ് താഴെ വീടിന്റെ മുറ്റത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത്. അതിർവെത്തിയെന്ന് മനസ്സിലായതും ശ്രീനന്ദയുടെ നെഞ്ചിൽ ഒരു ചെറിയ പാൽക്കടൽ ഇരമ്പി. ഉള്ളിലെ പരിഭവമെല്ലാം എവിടെയോ ഊടിയൊളിച്ചു. കയ്യിലുണ്ടായിരുന്ന തോർത്തവിടെയിട്ട് അവൾ ആവേശത്തോടെ താഴേക്ക് ഓടി. പടികളിറങ്ങി താഴേക്ക് വന്നു. വാതിൽ തുറന്നു. തോളിലെ ബാഗ് മാറ്റുന്നതിനിടയിലാണ് അവൻ ശ്രീനന്ദയെ ഒരു നോക്ക് കണ്ടത്. ഇളം മഞ്ഞ സൽവാറിൽ ഈറൻ മുടി അഴിച്ചിട്ട് കൺമഷി എഴുതിയ കണ്ണുകളുമായി നിൽക്കുന്ന അവളെ കണ്ടതും അവന്റെ കാലുകൾ തന്നെ നിശ്ചലമായി. ആ കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ വിടർന്നു. അവളിൽ നിന്നുയരുന്ന ഷാംപൂവിന്റെ ആ പരിചയമുള്ള സുഗന്ധം അവന്റെ നാസികകളിൽ വന്നു പതിച്ചു. അവനൊരു വാക്കുപോലും പറയാതെ ശാന്തനായി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഏട്ടൻ ഇത്ര നേരത്തെ എത്തിയല്ലേ? അല്പം അമ്പരപ്പോടെയും നാണത്തോടെയും ശ്രീനന്ദ ചോദിച്ചു. അഥർവ് മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ അവളുടെ തൊട്ടു മുമ്പിൽ വന്ന് നിന്ന് വിടർന്ന കണ്ണുകളോടെ അവളുടെ തലമുടി മുതൽ കാൽവിരൽ വരെ ഒന്ന് നോക്കി. അവന്റെ ആ ഗൗരവമുള്ള നോട്ടത്തിനു മുന്നിൽ ശ്രീനന്ദയുടെ കണ്ണുകൾ താഴേക്ക് കുമ്പി. ഇന്നാരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ നന്ദ? അഥർവ് നാവിൻ തുമ്പിലൊരു പുഞ്ചിരിയോടെ പതുങ്ങിയ ശബ്ദത്തിൽ ചോദിച്ചു. ഏയ് ഇല്ലല്ലോ. എന്തേ ഏട്ടാ അങ്ങനെ ചോദിച്ചത്? അവൾ സംശയത്തോടെ അവനെ നോക്കി. അല്ല, വീട്ടിൽ ആരുമില്ലാത്ത ദിവസം ഞാൻ വരുന്ന നേരത്ത്.
എന്റെ തമ്പുരാട്ടിക്കുട്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ ചോദിച്ചതാ. അവനവളുടെ അടുത്തേക്ക് ഒരു പടി കൂടി അടുത്ത് നിന്നുകൊണ്ട് പതുക്കെ പറയുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം? അതൊന്നും പറഞ്ഞിട്ട് പോയാ മതി. അവന്റെ ശബ്ദത്തിലെ പ്രണയം തിരിച്ചറിഞ്ഞ ശ്രീനന്ദയുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. അവൾ പതുക്കെ മുഖമുയർത്തി അവനെ നോക്കി. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഞാൻ വെറുതെ കുളിച്ചു വന്നപ്പോ പെണ്ണിന്റെ വാക്കുകൾ മുറിഞ്ഞു. എന്റെ നന്ദൂട്ടി, നുണ പറയല്ലേ? അതിർവ് അവളുടെ ഈറൻ മുടിയിട ഒന്നൊതുക്കി കാതിന് പിന്നിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ഈ മണം, ഇതാണ് എന്റെ വീക്ക്നെസ്. നിനക്കറിയാവല്ലേ? അവന്റെ ചോദ്യം കേട്ട് നന്ദയുടെ മുഖം വീണ്ടും തൊടുത്തു. ഏട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ കോഫി എടുക്കാം. ശ്രീനന്ദ അവന്റെ അരികിൽ നിന്നും അടുക്കളയിലേക്ക് ഓടിപ്പോയി. ചുണ്ടിൽ ഊറിക്കൂടിയ പുഞ്ചിരിയോടെ അതിർവ് നേരെ മുകളിലേക്ക്. മുകളിലെ മുറിയിലെത്തിയ അതിർവ് ബാഗ് കട്ടിലേക്ക് വെച്ച് ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി അഴിച്ചു. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ വീണ്ടും ആ പുഞ്ചിരി വിടർന്നു. താഴെ തലമുടിയൊക്കെ അഴിച്ചിട്ട് നാണത്തോടെ നിൽക്കുന്ന ശ്രീനന്ദയുടെ രൂപമായിരുന്നു അവന്റെ മനസ്സ് നിറയെ. പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി അവൻ ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് കയറി. അതേസമയം അടുക്കളയിൽ ചായ ഉണ്ടാക്കുമ്പോൾ ശ്രീനന്ദയുടെ നെഞ്ചിരിപ്പ് നിലച്ചിട്ടുണ്ടായിരുന്നില്ല. അതിർവിന്റെ വാക്കുകളും അവന്റെ ആ നോട്ടവും അവളുടെ ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു വല്ലാത്ത തിരയിളക്കം ഉണ്ടാക്കിയിരുന്നു. 2 കപ്പുകളിൽ ചൂട് ചായ പകർന്ന് അതൊരു ട്രേയിലാക്കി അവൾ പതുക്കെ മുകളിലേക്ക് നടന്നു. മുറിയുടെ വാതില് പകുതി തുറന്നു കിടക്കുകയായിരുന്നു. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ കുളി കഴിഞ്ഞ് ഈറൻ മുടി തോർത്തുകൊണ്ട് തുടച്ചുകൊണ്ട് അതിർവ് അലമാരക്കരികിൽ നിൽപ്പുണ്ട്. ടവലിടുപ്പിച്ചുറ്റി നഗ്നമായ നെഞ്ചോടെ നിൽക്കുന്ന അവനെ ശ്രീനന്ദ നോക്കിയതും അവളൊന്നു പതറിപ്പോയി. ഏട്ടാ, ചായ. അവൾ ട്രേ ടേബിളിൽ വെച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. അതിർവ് തോർത്തു മാറ്റി വെച്ച് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ തോർത്താത്ത മുടിയിഴകളിൽ നിന്നും ഒരിറ്റു വെള്ളത്തുള്ളി അവന്റെ നെഞ്ചിലൂടി വീണ് താഴേക്ക് ഒഴുകിയിറങ്ങി. തനിയിരുന്നപ്പോ ഒരുപാട് ബോറടിച്ചോ നന്ദൂട്ടി? അവൻ ഒരു കപ്പ് ചായ എടുത്ത് ഒന്ന് സിപ്പ് ചെയ്തുകൊണ്ട് ചോദിച്ചു. ഇല്ല, കുറച്ചു സമയം പാർവതിയോടും പിന്നെ അമ്മാവനോടും സിന്ധോമ്മയോടും ഒക്കെ സംസാരിച്ചു. അപ്പോഴേക്ക് സമയം പോയി. പക്ഷെ ഏട്ടൻ പിന്നെ വിളിച്ചതേയില്ല. ഒന്ന് വിളിക്കായിരുന്നു കേട്ടോ. പെണ്ണിന്റെ ശബ്ദത്തിലെ ആ കുഞ്ഞു പരിഭവം കേട്ടതും അതിർവ് കാപ്പിക്കപ്പ് തിരികെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം അല്പം കൂടി അവൾക്കടുത്തേക്കിരുന്നു. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകി പെണ്ണെ. വിളിച്ചാൽ പിന്നെ വരാൻ ലേറ്റാകും. അതിലും നല്ലത് വേഗം ജോലി തീർത്തിട്ട് ഇങ്ങോട്ട് പോരുന്നാണെന്ന് തോന്നി. അതുകൊണ്ടാ. അവൻ അവളുടെ കവിളിൽ പതുക്കെ തൊട്ടുകൊണ്ട് പറഞ്ഞു. എന്നോട് ദേഷ്യമാണോ എൻ്റെ നന്ദക്കുട്ടിക്ക്? ഏയ്, അങ്ങനൊന്നുമില്ല. അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിക്കാൻ എന്നതുപോലെ പതുക്കെ ചാഞ്ഞു. അതിർവ് അവളുടെ ഇടുപ്പിലൂടി കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവളുടെ ഈറൻ മുടിയിൽ നിന്നുള്ള ആ ഷാമ്പൂവിന്റെ സുഗന്ധം അവൻ ആവോളം ശ്വസിച്ചു. വീട്ടിൽ ആരുമില്ലാത്തത് നന്നായിട്ടോ. അവൻ അവളുടെ കാതോരം പതുക്കെ മന്ത്രിച്ചു. എന്തേ? അവൾ അമ്പരപ്പോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിൽ എന്റെ തമ്പുരാട്ടിക്കുട്ടിയെ ഇങ്ങനെ സ്വസ്ഥമായിട്ടൊന്ന് സ്നേഹിക്കാൻ പറ്റുമോ? അവന്റെ കുസൃതി നിറഞ്ഞ ആ വാക്കുകൾ കേട്ടതും ശ്രീനന്ദയുടെ മുഖം വീണ്ടും ചുവന്നു തൊടുത്തു. അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിൽ ചെറുതായി ഒന്ന് തട്ടി. അവനവളെ കൂടുതൽ ആർദ്രതയോടെ ചേർത്ത് പിടിച്ചു. പിന്നെ എനിക്ക് 1.5 മണിക്കൂർ കൂടി മീറ്റിംഗ് ഉണ്ട്. ഇന്ന് കുറച്ച് ബിസിയാണ്. അത് സാരമില്ല ഏട്ടാ. ഏട്ടൻ ഓഫീസ് റൂമിലേക്ക് പോയിക്കോ. ഓക്കെ. അവളുടെ കവിളിലൊന്ന് തട്ടിയ ശേഷം ആദ്യം ഓഫീസ് റൂമിലേക്ക് പോയി. നന്ദ താഴേക്ക് ഇറങ്ങി ചെന്നു അമ്മയെ വിളിച്ചു. അവർ 2 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ റൂമിലെത്തുമെന്ന് പറഞ്ഞു. ആര്യൻകുട്ടനും നന്ദയോട് വിശേഷങ്ങൾ പങ്കുവച്ചു. പിന്നീട് നന്ദ വിളക്ക് കൊടുത്ത് നാമം ജപിച്ചു. ശേഷം കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും എഗ് കറിയും ഒക്കെ ഉണ്ടാക്കി. ആഹാരം കഴിക്കാൻ വേണ്ടി അതിർവിനെ വിളിക്കാൻ അവൾ റൂമിൽ വന്നു. ആ നന്ദൂട്ടാ, ഞാനേ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ഏട്ടന്റെ മീറ്റിംഗ് കഴിഞ്ഞു? കഴിഞ്ഞു. നന്ദു വന്നിട്ട് അവന്റെ അരികിലായി നിന്നു. പെട്ടെന്നായിരുന്നു ഒരു മിന്നൽ പിണർ ആ മുറിയിൽ ആകെ ഒന്ന് പ്രകാശിച്ചത്. ഒപ്പം കാതടുപ്പിക്കുന്ന ശബ്ദത്തിൽ വലിയൊരു ഇടിയും. യോ, മഴയ്ക്കാണോ ഏട്ടാ? പെയ്യും തോന്നുന്നു. ഇതെന്താ ഇപ്പൊ ഇങ്ങനൊരു മഴ? നന്ദു ചെന്നിട്ട് ബാൽക്കണിയിലേക്കുള്ള ഡോർ അടച്ചു. അപ്പോഴേക്കും ഒരു കാറ്റും കൂടി ആഞ്ഞടിച്ചു വന്നു.
കൂടെ ആർത്തലച്ചു പെയ്യുന്ന മഴയും. നദിയുടെ ദേഹത്തും കവിളിലുമൊക്കെയായിട്ട് മഴ പെയ്തു കുതിർന്നു. ശോ, നോക്കി, ആകെ നനഞ്ഞൂലോ. അവൾ മുറിയിലേക്ക് കയറി വരുവാൻ തുടങ്ങിയതും അഥർവ് നന്ദയുടെ അരികിലേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് വീണ്ടും ഇറങ്ങി. ഏട്ടാ, നല്ല മഴയാണ് കേട്ടോ, ഇടിയും മുഴങ്ങുന്നുണ്ട്. അത് സാരമില്ല നന്ദൂട്ട, നമ്മുടെ പ്രണയം സാക്ഷാത്കരിക്കുവാൻ പോകുന്ന നിമിഷമല്ലേ. പ്രകൃതിയുടെ അനുഗ്രഹമാണ് ഈ മഴ. കാതോരം പറഞ്ഞുകൊണ്ട് ആദി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവന്റെ വലങ്കൈ അവളുടെ ഇടുപ്പിൽ അമർന്നപ്പോൾ നന്ദ വിറച്ചു പോയിരുന്നു. പെണ്ണിന്റെ വിറയിലും പേടിയും ഒക്കെ കാണുമ്പോൾ അവന് ചിരി പൊട്ടി. പെട്ടെന്നായിരുന്നു വീണ്ടും കാറ്റ് ആഞ്ഞു വീശിയത്. ആ കാറ്റിന്റെ തീവ്രതയിൽ മഴ വീണ്ടും ഒരു വശത്തേക്ക് വീശി വന്നപ്പോൾ ഇരുവരും നനഞ്ഞു കുതിർന്നിരുന്നു. ആദ്യട്ടം നനയും കേട്ടോ. നന്ദ അകത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. പക്ഷെ അവൻ അതിനെ അനുവദിക്കാതെ കൊണ്ട് പെണ്ണിനെ വാരിപ്പുണർന്നു. മിന്നലുണ്ട് കേട്ടോ, കേറിപ്പോകാം, കുതിരിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരിത്തിരി നേരം കൂടി പ്ലീസ് പെണ്ണെ. അവന്റെ നിശ്വാസം അവളുടെ കവളിൽ പതിഞ്ഞു. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ നനഞ്ഞൊട്ടിയ ഇളം മഞ്ഞ സൽവാറിൽ അവളൊരു ദേവതയെപ്പോലെ തിളങ്ങി. അവളുടെ കരിമഷി പടർന്ന മിഴികൾ നെറുകയിലും നെറ്റിത്തടത്തിലും സിന്ദൂര രേണുക്കൾ പടർന്നു. മുടിയിഴകളിൽ നിന്നും ഇറ്റി വീഴുന്ന വെള്ളത്തുള്ളികൾ അവളുടെ കവളിലൂടെയും കഴുത്തിലൂടെയും താഴേക്ക് ഒഴുകിയിറങ്ങി. അഥർവ് അവളെയും ചേർത്ത് പിടിച്ച് പതിയെ റൂമിലേക്ക് വന്നു. അവളെ കട്ടിലിരുത്തി അവളുടെ വിറയ്ക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ച് അവൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. എന്താണോ ഇങ്ങനെ പേടിക്കുന്നത്? എന്നോട് എന്റെ നന്ദൂട്ടിക്ക് അത്രയ്ക്ക് പേടിയാണ്. അവന്റെ ശബ്ദം കൂടുതൽ ആർദ്രമായി. ഏയ്, പേടിയൊന്നുമില്ല. അവൾ കണ്ണുകൾ താഴേക്ക് കൂമ്പി അടിച്ചുകൊണ്ട് പറഞ്ഞു. അഥർവ് പതുക്കെ എണീറ്റ് അവളുടെ ഇളം ചൂടുള്ള കവളുകളിൽ തന്റെ കൈകൾ ചേർത്ത് വെച്ചു. അവന്റെ വിരലുകൾ അവളുടെ ഈറൻ മുടിയിഴകളെ വകഞ്ഞു മാറ്റി കാതിനു പിന്നിലേക്ക് ഒതുക്കി. ആ നിമിഷം അവന്റെ ചൂടുള്ള ശ്വാസം അവളുടെ മുഖത്തും കവളിലും പതിച്ചപ്പോൾ നന്ദിയുടെ കണ്ണുകൾ താനേ അടഞ്ഞു പോയിരുന്നു. അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ആഴത്തിലൊരു മുത്തം നൽകി. ആ സ്പർശനത്തിൽ അവളുടെ ഉള്ളിലെ ഭയമെല്ലാം മഞ്ഞിൻ തുള്ളി പോലെ അലിഞ്ഞുപോയി. നന്ദൂട്ടി, അവൻ അത്രമേൽ പ്രണയത്തോടെ അവളെ വിളിച്ചു. അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. ആ കണ്ണുകളിൽ വിരിഞ്ഞ പ്രണയം അഥർവിനെ കൂടുതൽ വികാരഭരിതനാക്കി. അവൻ അവളുടെ മുഖത്തെ ഓരോ വെള്ളത്തുള്ളികളും തുടച്ചെടുക്കുന്നത് പോലെ അവളുടെ കവിളുകളിലും മൂക്കിൻ തുമ്പിലും ആർദ്രമായി ചുണ്ടുകൾ അമർത്തി. പുറത്ത് ഇടിയും മഴയും ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. ജനൽ ചില്ലുകളിൽ മഴത്തുള്ളികൾ താളത്തിൽ തട്ടി വിളിച്ചപ്പോൾ മുറിക്കുള്ളിൽ പ്രണയത്തിന്റെ നിശബ്ദത മാത്രം ബാക്കിയായി. അഥർവ് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചപ്പോൾ ആ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് ശ്രീനന്ദ അവന്റെ ഹൃദയമിടിപ്പിന്റെ താളം കേട്ട് നിന്നു. അവൻ അവളുടെ അരക്കെട്ടിലൂടെ കൈകൾ ചേർത്ത് കൂടുതൽ അടുത്തേക്ക് വലിച്ചെടുത്തു. അവളുടെ വിറയ്ക്കുന്ന അതിരങ്ങളിലേക്ക് അവൻ പതുക്കെ തലോടുമ്പോൾ പ്രകൃതി പോലും ആ നിമിഷത്തിന് സാക്ഷിയാകാൻ ശാന്തമായതുപോലെ തോന്നി. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ മഴയുടെ സംഗീതത്തിനൊപ്പം അവരുടെ പ്രണയവും ആഴത്തിൽ ലയിച്ചു ചേരുകയായിരുന്നു. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് വേണം കേട്ടോ.